യെസ്, എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി ദിശ ബാങ്കിങ് എക്സാംസ് ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പ്രിപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട തിരക്കിലാണെന്നൊക്കെ അറിയാം. ഓക്കെ, യെസ്. അപ്പോ കഴിഞ്ഞ ഒരു മാസം എന്ന് പറയുന്നത് അത് ഒരുപാട് തിരക്കുകളുടെ മാസമായിരുന്നു അല്ലെ. പ്രത്യേകിച്ച് കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് അതൊരു പീക്ക് ടൈം ആയിരുന്നു. SSCയുടെ വിവിധങ്ങളായിട്ടുള്ള എക്സാംസ്, CGL എക്സാം, CHSL എക്സാം, MTS എക്സാം, അങ്ങനെ ഈ പറഞ്ഞ എക്സാംസിന്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് പ്രത്യേകിച്ച് സമയ വ്യത്യാസം ഒന്നും ഇല്ലാതെ ഒരുമിച്ച് വരുന്നു. ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നു, അപ്ലൈ ചെയ്യാൻ തുടങ്ങുന്നു, ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നു, കറക്ഷൻസ് വരുത്തുന്നു. അങ്ങനെ നമ്മൾ ചെയ്യാത്ത പരിപാടികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഏറ്റവും തിരക്കിൽ നിൽക്കുന്ന ആ സമയത്താണ് എങ്കിൽ പിന്നെ കുറയ്ക്കണ്ട, ഇതും പിടിച്ചോ എന്ന് പറഞ്ഞ് ബാങ്കിങ് എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസും വരുന്നത്. അപ്പൊ അത് പ്രകാരം SBIPO, IBPS എക്സാമുകളുടെ നോട്ടിഫിക്കേഷൻസ് ഒഫീഷ്യലി റിലീസ് ആയിട്ടുണ്ട്. നിങ്ങൾ അത് ശ്രദ്ധിച്ച് കാണും എന്ന് കരുതുന്നു. ഇപ്പൊ ഈ പറഞ്ഞ എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് വന്ന വിവരം അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരും കാണില്ല എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, യെസ്. അപ്പൊ അതിൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഏറ്റവും പ്രാധാന്യത്തോടെ കൂടി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് SBIPO 2025 എക്സാമിനെ കുറിച്ചും അതിന്റെ പാറ്റേണിനെ കുറിച്ചുമാണ്. സ്പെസിഫിക്കലി സ്പീക്കിംഗ്, ആ ഒരു എക്സാമില് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ എങ്ങനെ ഭാഗമാകുന്നു, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഏതൊക്കെ മേഖലകളിൽ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കണം, ഏതൊക്കെ ചോദ്യ ടൈപ്പുകൾ എന്നൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യും ഈ വീഡിയോയിലുടനീളം. അപ്പൊ നിങ്ങൾക്ക് ഈ മേഖലകളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അവ്യക്തത ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ നമുക്കറിയാം, ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ ആ എക്സാമിനെ പറ്റി അറിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അല്ലെ. അപ്പൊ അത് പ്രകാരം എനിക്ക് തോന്നുന്നു നമുക്ക് SBIPO എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചും ഒരു നട്ട്ഷെല്ലിൽ ഒന്ന് സംസാരിച്ചു പോകാം. യെസ്, ഓക്കെ. യെസ്, SBIPO എക്സാമിന്റെ മെയിൻസിലെയും പ്രിലിംസിലെയും ചോദ്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ചോദ്യങ്ങൾ കടന്നു വരുന്നത് പ്രധാനമായിട്ടും 4 മേഖലകളിൽ നിന്നാണ്. ക്വാണ്ടിറ്റേറ്റീവ് അല്ലെ, നമ്മുടെ ക്വാൻസ് എന്ന ഓമന പേരിൽ വിളിക്കുന്ന ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അരിത്മെറ്റിക് വിഷയങ്ങൾ തുടങ്ങി ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ വരെ എത്തി നിൽക്കുന്ന ടോപ്പിക്കുകൾ ഏതൊക്കെയാണ് അതിനകത്ത് പ്രധാനമായിട്ടും വരുന്നത്? സിംപ്ലിഫിക്കേഷൻ, അപ്രോക്സിമേഷൻ, നമ്പർ സീരീസ്, ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ്, അങ്ങനെ ഒരുപാട് ടോപ്പിക്കുകൾ അതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഏറ്റവും രസകരമായിട്ട് പഠിക്കാൻ പറ്റുന്ന ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ്, അതിനകത്ത് ആരൊക്കെയാ വരുന്നത്? ബ്ലഡ് റിലേഷൻസ്, കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ്, ഓർഡർ ആൻഡ് റാങ്കിങ്, ഇനീക്വാലിറ്റി, സിലോജിസം, ആൽഫ ന്യൂമറിക് സീരീസ്, അങ്ങനെ മിസലേനിയസ് ആയിട്ടുള്ള മറ്റു പല ടോപ്പിക്കുകളും ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരാളെ കാണുന്നില്ല, ആരാത്? ജനറൽ അവയർനെസ്, പൊതുവിജ്ഞാനം. ഇത് പ്രിലിംസിന്റെ ഭാഗമായിട്ടല്ല, ഇതിൽ നിന്ന് ചോദ്യങ്ങൾ കൂടുതൽ വരുന്നത് മെയിൻസ് എക്സാമിനേഷനിലാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും ചോദ്യങ്ങൾ കടന്നു വരുന്ന മേഖലകളിൽ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഇതുകൂടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഇവിടെ കിടക്കുന്ന നമുക്ക് പ്രധാനപ്പെട്ട വിഷയമാണ്, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട വിഷയം, അത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷൻ. യെസ്, അപ്പം ഇതിനെ അധികരിച്ചുകൊണ്ടായിരിക്കും ഈ വീഡിയോയുടെ ഭൂരിഭാഗം സമയങ്ങളിലും ഞാൻ സംസാരിക്കുന്നത്, കാരണം ഞാൻ എടുക്കുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിന്റെയും റീസണിങ്ങിന്റെയും ഒക്കെ ഡീറ്റെയിൽഡ് സിലബസ് ബ്രേക്ക് ഡൗൺ പ്ലസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി അടങ്ങിയ വീഡിയോസ് ഈ ചാനലിന്റെ വീഡിയോ സെക്ഷനിൽ പോയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അത് ചെക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, യെസ്. ഇനി ഇതിന്റെ സ്ട്രക്ചറിനെ കുറിച്ച്, ചോദ്യങ്ങൾ വരുന്ന മേഖലകളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അല്ലെ. ഇനി എക്സാമിന്റെ പാറ്റേണിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കിയാലോ? ഓക്കെ, നമുക്ക് പ്രിലിംസ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാം. പ്രിലിംസിൽ നിന്ന് തുടങ്ങാം. ഓക്കെ, യെസ്. പ്രിലിംസ് എക്സാമിനെ കുറിച്ച് പറയുമ്പോൾ വളരെ ജനറൽ ആയിട്ട് 2-3 കാര്യങ്ങൾ സൂചിപ്പിക്കട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നോ സെക്ഷണൽ കട്ട് ഓഫ്. സെക്ഷണൽ കട്ട് ഓഫ് എന്ന് പറഞ്ഞൊരു ഏർപ്പാടില്ല. നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ സെക്ഷണൽ കട്ട് ഓഫ് ഉണ്ടല്ലോ എന്ന് കരുതി വറീഡ് ആകേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സംഗതിയില്ല. പകരം അവിടെ എന്തുണ്ട്? ഒരു ഓവറോൾ കട്ട് ഓഫ് ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രിപ്പറേഷന് ഈ ഓവറോൾ കട്ട് ഓഫ് കവർ ചെയ്യത്തക്ക രീതിയിൽ, ക്രോസ് ചെയ്യത്തക്ക രീതിയിൽ ഓർഗനൈസ് ചെയ്യുക. പിന്നെ ഡെഫിനറ്റ്ലി ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ്, അതുകൊണ്ട് തന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. പ്രിലിംസിൽ നെഗറ്റീവ് മാർക്ക്, അതായത് ഒരു ഉത്തരം നമ്മൾ തെറ്റിച്ചാൽ നമ്മൾ പിഴയായിട്ട് കൊടുക്കേണ്ടി വരുന്നത് 0.25 മാർക്സ് ആണ്. എക്സാം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 60 മിനിറ്റ്, അതായത് 1 മണിക്കൂർ. ഓരോ വിഭാഗത്തിനും 20 മിനിറ്റ് എന്ന രീതിയിലാണ് ടൈം അലോട്ട് ചെയ്തത്.
അപ്പം 3 വിഭാഗങ്ങളുണ്ട്. 3x20 അങ്ങനെയാണ് 60 മിനിറ്റ് ടോട്ടൽ വരുന്നത് കേട്ടോ. ഏതൊക്കെയാണ് ആ 3 വിഭാഗങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ജനറൽ അവയർനെസ് ഇല്ലാത്ത 3 വിഭാഗങ്ങൾ. യെസ്, ഏതൊക്കെയാ? നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിനകത്ത് ഇനി നമുക്ക് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ പറ്റി പറയുമ്പോൾ ഇംഗ്ലീഷ് ആൻഡ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ വരുന്ന 40 ചോദ്യങ്ങൾ 40 മാർക്ക്. QA 30 ചോദ്യങ്ങൾ 30 മാർക്ക്. അതേ പാറ്റേൺ തന്നെയാണ് റീസണിംഗ് ഫോളോ ചെയ്യുന്നത്. 30 ക്വസ്റ്റ്യൻസ് ഇൻ 30 മാർക്സ്. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ 100 ചോദ്യങ്ങൾ, അതിന് ആനുപാതികമായിട്ട് തന്നെ മാർക്ക് വരുന്നത് 100 ആണ്. 100 ചോദ്യങ്ങൾ 100 മാർക്ക്. ഇതെല്ലാം നേരിടാൻ നമ്മുടെ കയ്യിലുള്ളത് 60 മിനിറ്റുകളാണ്. ഓക്കെ, ഓരോ സെക്ഷനും 20 മിനിറ്റ് വീതം. അങ്ങനെ 1 മണിക്കൂറിനുള്ളിൽ ഈ പ്രിലിംസ് എക്സാം നമ്മൾ ചെയ്ത് തീർക്കണം. ഓക്കെ, അപ്പം പ്രിലിംസിന്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കിയല്ലോ. നമുക്ക് നേരെ മെയിൻസ് എക്സാമിന്റെ സ്ട്രക്ചറിലേക്ക് പോകാം. മെയിൻസ് എക്സാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ എല്ലാ അഭിരുചികളെയും അത് ടെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അതിലേക്ക് വരുമ്പോ ഇവിടെ 4 വിഭാഗങ്ങളും അങ്ങനെ തന്നെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഉണ്ട്. നമുക്ക് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ, നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് നോക്കാം. റീസണിംഗ് ആൻഡ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡ് 40 ക്വസ്റ്റ്യൻസ്, മാക്സിമം മാർക്സ് 60 ആണ്. അത് 50 മിനിറ്റ് ആണ് കേട്ടോ. അവിടെ എന്താണ്, സെക്ഷണൽ ആയിട്ട് നമുക്ക് ടൈം ഉണ്ട്. 50 മിനിറ്റ് ആണ്. യെസ്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിട്ടേഷൻ 30 questions, 60 marks, and that section has to be done within 45 minutes. Yes, general awareness, എക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് നോളജ് അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ് ഒക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു വിഭാഗത്തിൽ നിന്ന് 60 ചോദ്യങ്ങൾ വരുന്നുണ്ട്. അവിടെ മാർക്ക് 60 ആണ്. 60 ചോദ്യങ്ങൾ 60 മാർക്ക്. ആൻഡ് ദാറ്റ് സെക്ഷൻ, അതും എന്താണ്, ദാറ്റ് ഓൾസോ ഹാസ് ടു ബി ഡൺ വിത്തിൻ 45 minutes. ഇതെല്ലാം സെക്ഷണൽ ആയിട്ട് വരുന്ന സമയപരിധികളാണെന്ന് മനസ്സിലാക്കുക. ഇംഗ്ലീഷ് ലാംഗ്വേജ് എത്രയാണ്? നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 40, പക്ഷേ മാക്സിമം മാർക്സിലേക്ക് വരുമ്പോൾ 20. അപ്പൊ അവിടെ ഒരു ഇൻജസ്റ്റിസ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയൊന്നും അല്ല. ഈ മെയിൻസിൽ തന്നെ ഇംഗ്ലീഷ് മറ്റൊരു രീതിയിൽ കൂടി ഭാഗമാകുന്നുണ്ട്. നമുക്ക് അടുത്തത് അതിനെപ്പറ്റി സംസാരിക്കാം. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്ക് 200 ആണ്. നേരത്തെ പ്രിലിംസിൽ അത് എത്രയായിരുന്നു? 100 ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ 200 ആണ്. 4 വിഭാഗങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കുക. മൊത്തം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 170 ആണ്. അപ്പൊ 170 എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വാവൊളിച്ച് അന്താളിച്ച് നിൽക്കണ്ട. വൺസ് നമ്മൾ ആ ഒരു സിസ്റ്റത്തോടൊന്ന് പരിചയപ്പെടുമ്പോൾ, സിസ്റ്റമായിട്ടൊന്ന് പരിചയത്തിൽ വരുമ്പോൾ, മോക്ക് ടെസ്റ്റുകളിലൂടെയാണ് ആ പരിചയം നേടിയെടുക്കേണ്ടത്. അങ്ങനെ ആ ഒരു പരിചയം സ്വായത്തമാക്കുമ്പോൾ ഈ 170 എന്ന് പറയുന്നത് നമ്മളെ അന്താളിപ്പിക്കുന്ന ഒരു നമ്പറേ ആവില്ല. അത് വളരെ പെട്ടെന്ന് ചെയ്യാനാവും. 3 മണിക്കൂറാണ് നമ്മൾ ഈ മെയിൻസ് എക്സാം ചെയ്യേണ്ടത്. ഓക്കെ, 3 മണിക്കൂറാണ് അതിന്റെ ഒരു സമയപരിധി എന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് ഇവിടെ 40 ചോദ്യം നിന്നിട്ട് 20 മാർക്ക് വന്നത്. അതിന്റെ കാരണം എന്ന് വെച്ചാല് ഈ മെയിൻസ് എക്സാമിന് തന്നെ ഒരു പേപ്പറും കൂടി ഉണ്ട് അല്ലെ, ഒരു ഭാഗം കൂടിയാണ്. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് വിളിക്കും. ഒരുപക്ഷെ ഈ ബാങ്കിങ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പേടി സ്വപ്നമാണ് എന്ത്? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത്. അവർ പറയുന്ന പ്രകാരം പലരുടെയും ആശങ്ക ഇതാണ്, എനിക്ക് ഇംഗ്ലീഷ് വഴങ്ങുന്നില്ല, ഗ്രാമറിന്റെ നിയമങ്ങൾ പഠിക്കാൻ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ ഞാൻ എങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു കണ്ടന്റ് ഇംഗ്ലീഷിൽ രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ്? ന്യായമായ സംശയമാണ്. പക്ഷേ പേടിക്കേണ്ട സംശയമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്കെല്ലാം ആ ഒരു സർഗാത്മകത ഉണ്ടെന്നേ, എഴുതാനുള്ള കഴിവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മൾ റീൽ എടുക്കുമ്പോൾ അല്ലെ റീൽ കാണുമ്പോൾ അതിന് താഴെ മനോഹരമായിട്ട് ക്യാപ്ഷൻ ഇടാനും കമന്റ് ഇടാനും ഒക്കെ നമുക്കറിയാം. വി ഹാവ് ദാറ്റ് പൊട്ടൻഷ്യൽ, വി ഹാവ് ദാറ്റ് ക്രിയേറ്റിവിറ്റി. അപ്പൊ അതിന്റെ കൂടെ ആ ക്രിയേറ്റിവിറ്റി നമുക്കുണ്ട്. അതിന്റെ കൂടെ തന്നെ എന്തുണ്ട്? ഒരു ക്രിയേറ്റീവ് ബ്ലോക്ക് കൂടിയുണ്ട്. ആ സർഗാത്മകത പ്രോപ്പറായിട്ട് ചാനൽ ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് നമ്മുടെ പ്രശ്നം. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കൃത്യമായിട്ടുള്ള പ്രാക്ടീസ് ഇല്ല, കൃത്യമായിട്ടുള്ള വായനയില്ല. അപ്പൊ ഈ 2 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ ക്രിയേറ്റീവ് ബ്ലോക്ക് നമുക്ക് നീക്കാൻ പറ്റും. സുന്ദരമായിട്ട് ഇംഗ്ലീഷില് ഓരോ കാര്യങ്ങൾ കണ്ടന്റ് രൂപപ്പെടുത്തി എടുക്കാൻ നമുക്ക് പറ്റും. യെസ്, ഈ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പിനെ കുറിച്ച് വളരെ വിശദമായിട്ട് നമുക്ക് നോക്കാം. യെസ്, ഇപ്പൊ ഇവിടെ കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളിവിടെ 3 ടാസ്കുകൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ടാസ്കിനും 15 മാർക്ക്. ഇവിടെ ആദ്യത്തെ 2 എണ്ണത്തിന് 15, മൂന്നാമത്തെ ടാസ്കിന് 20 ആണ്. അങ്ങനെ മൊത്തം മാർക്ക് എന്ന് പറയുന്നത് 50. അപ്പൊ നേരത്തെ ആ 200 പ്ലസ് ഈ ഡിസ്ക്രിപ്റ്റീവിന്റെ 50 കൂട്ടുമ്പോൾ അങ്ങനെ മൊത്തത്തിലാണ് 250. ഡിസ്ക്രിപ്റ്റീവിന് മാത്രം
ഡിസ്ക്രിപ്റ്റീവും കൂടി ചേർത്തിട്ട്. യെസ്, അങ്ങനെ 3 ടാസ്ക് 50 മാർക്ക്. ഇത് ചെയ്യാനുള്ള സമയം 30 മിനിറ്റ് ആണ്. അപ്പൊ ഏതൊക്കെയാണ് 3 ടാസ്കുകൾ? ഇപ്പം ഒന്നെന്ന് പറയുന്നത് ഇമെയിൽ റൈറ്റിംഗ് ആണ്. പൊതുവെ പണ്ടത് ഇമെയിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ എസ്സേ ഒക്കെ ആയിരുന്നു. പക്ഷെ അതിന്റെ പാറ്റേൺ ഇപ്പൊ ചെറുതായിട്ടൊന്ന് വ്യത്യാസപ്പെടുത്തിയിട്ടുണ്ട്. ഇമെയിൽ ആണ് ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത്. ഇപ്പം 1 ഓഫ് 2 എന്ന് പറയുന്നത് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇപ്പം ഇമെയിൽ എഴുതാൻ നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഏറ്റവും ഉതകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമായ ഒരു ചോദ്യം എടുത്തെഴുതാം. അതാണ് 1 ഓഫ് 2 എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ റിപ്പോർട്ടാണ്. ഇതെല്ലാം കമ്പൽസറി ആണ് കേട്ടോ. 3 എണ്ണവും കമ്പൽസറി ആണ്. യെസ്, റിപ്പോർട്ട്. ഓക്കെ, നമുക്ക് ഇവിടെ നോക്കാം. ഇത് വ്യത്യാസമുണ്ട്. ഓക്കെ, ഇമെയിൽ റൈറ്റിംഗ് ഫസ്റ്റ് ടാസ്ക്. എത്രയാ മാർക്ക്? 15. സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗ്. എന്താ സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? ആ പേരിൽ തന്നെ ഉണ്ടടാ. ഒരു സിറ്റുവേഷൻ വിലയിരുത്തി അതിനെ ബേസ് ചെയ്തിട്ട് എഴുതുക. അതാണ് സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗ്. അപ്പം അവിടെ നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തരും. അതൊന്നെങ്കിൽ ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും, അല്ലെ മറ്റു മേഖലകളുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ആ സിറ്റുവേഷനെ വിലയിരുത്തി ഒരു കുറിപ്പ് തയ്യാറാക്കലാണ് എന്ത് ഈ സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗിൽ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആ പ്രോബ്ലത്തെ അനലൈസ് ചെയ്യണം. പിന്നെ അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചാലഞ്ചസ് ഡിസ്ക്രൈബ് ചെയ്യുക. അങ്ങനെ ഇത് രണ്ടും ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ, ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലോജിക്കലി എത്തിക്കലി സൗണ്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷനും കൂടി കൊടുക്കുമ്പോഴാണ് എന്ത് സിറ്റുവേഷൻ അനാലിസിസ് റൈറ്റിംഗ് പൂർണ്ണമാകുന്നത്. റിപ്പോർട്ട് റൈറ്റിംഗും നമുക്കറിയാം. പിന്നെ പ്രസി റൈറ്റിംഗ്. എന്താ പ്രസി റൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ? പ്രസി റൈറ്റിംഗില് നമുക്കൊരു ലോങ് പാസേജ് തരും. നമ്മൾ എന്ത് ചെയ്യണം? ആ വലിയ പാസേജിന്റെ തീം ഉൾക്കൊണ്ടുകൊണ്ട് സംക്ഷിപ്തമായിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കുക. അതായത് സമ്മറി. നമ്മൾ സമ്മറി, അതിനെയാണ് പ്രസി റൈറ്റിംഗ് എന്ന് പറയാം. സമ്മറി. ഒരു വലിയ പാസേജ് തരും, നമ്മൾ അതിന്റെ തീം മനസ്സിലാക്കി കുറച്ച് വാക്കുകൾ അതിനെ ചുരുക്കുക. പൊതുവേ ഈ പ്രസി റൈറ്റിംഗ് വരുന്നത് യഥാർത്ഥ പാസേജിന്റെ, നമുക്ക് തന്നിരിക്കുന്ന പാസേജിന്റെ 1/3 ലെങ്തിലായിരിക്കണം എന്ത് 1/3 വലിപ്പത്തിലായിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്? പ്രസി റൈറ്റിംഗ് തയ്യാറാക്കേണ്ടത്, നമ്മുടെ സമ്മറി തയ്യാറാക്കേണ്ടത്. അപ്പം ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്. അങ്ങനെ മൊത്തത്തില് 3.5 മണിക്കൂറാണ് എന്ത് ഈ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് അടക്കം നമ്മുടെ മെയിൻസ് എക്സാമിനേഷൻ ദൈർഘ്യം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, യെസ്. ഇനി നമ്മുടെ ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട ഡേറ്റുകളാണ്. നോട്ടിഫിക്കേഷൻ നമുക്കറിയാം കഴിഞ്ഞ മാസം 24-നാണ് വന്നത്. അപ്പൊ തന്നെ ആപ്ലിക്കേഷൻ ഫേസും ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ 24 ജൂൺ തൊട്ട് അതിന്റെ അവസാന തീയതി വരുന്നത് ഏതാണ്? 14 ജൂലൈ ആണ്. അപ്പം ജൂലൈ 14 എന്ന് പറഞ്ഞാൽ അധികം ദിവസങ്ങളൊന്നുമില്ല, വിരലുണ്ടാവുന്ന ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ജൂലൈ 14 വെക്കണ്ട. അപ്പൊ എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെൻഡിങ് ഉണ്ടെങ്കിൽ അത് വളരെ വേഗത്തിൽ തന്നെ ചെയ്തു തീർക്കുക. 14 തീയതിയിലേക്ക് വെക്കണ്ട. അപ്പൊ റഷ് കൂടും. അത് സ്നേഹപൂർവ്വം നിങ്ങളെ എല്ലാവരെയും ഓർപ്പിക്കുകയാണ്. യെസ്, ആപ്ലിക്കേഷൻ ഫീയും ഈ ഒരു കാലയളവിൽ തന്നെ നമ്മൾ അടയ്ക്കണം. 24 ജൂൺ ടു 14 ജൂലൈ അങ്ങനെ വരുന്നുണ്ട്. യെസ്, അഡ്മിറ്റ് കാർഡ് 4th വീക്ക് ഓഫ് ജൂലൈ, അതായത് ഇപ്പൊ അറിയാൻ കഴിഞ്ഞ 20 തീയതി ജൂലൈ നിങ്ങൾക്ക് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യാമെന്നാണ് ഇപ്പോൾ അറിയുന്ന വിവരം. യെസ്, പ്രിലിംസിന്റെ ഡേറ്റ് വരുന്നത് ജൂലൈ ആഗസ്റ്റ്, അതായത് മിക്കവാറും ആഗസ്റ്റ് തന്നെ ആയിരിക്കും. നമ്മുടെ IBPSന്റെ റീവൈസ്ഡ് കലണ്ടർ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഏകദേശം ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ, അതായത് ഏകദേശം ഒരു 7-ാം തീയതിയോട് അടുപ്പിച്ചൊക്കെ തന്നെ പ്രിലിംസ് എക്സാം നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. മെയിൻസ് നടത്തുന്നത് സെപ്റ്റംബറിലാണ്. അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു സെപ്റ്റംബർ 13 ആ ഒരു തീയതിക്ക് അടുത്തായിരിക്കും എന്ത് നമ്മളുടെ മെയിൻസ് എക്സാമിനേഷൻ നടക്കുക. മെയിൻസിന്റെ റിസൾട്ട് ഈ സെപ്റ്റംബർ ഒക്ടോബർ കാലയളവിൽ തന്നെ വരും. പിന്നെ സൈക്കോമെട്രിക് ടെസ്റ്റ്, ഇന്റർവ്യൂ ആൻഡ് ഗ്രൂപ്പ് ഡിസ്കഷൻ, പിന്നെ ഇതെല്ലാം കഴിഞ്ഞതിന്റെ പ്രൊസീജിയേഴ്സ് മുഴുവൻ ഏകദേശം ഡിസംബറോടുകൂടി അവസാനിക്കും. അപ്പൊ ഇതാണ് നമ്മൾ ഓർമ്മയിലിരിക്കേണ്ട, അല്ലെങ്കിൽ നമ്മൾ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട പ്രധാനപ്പെട്ട ഡേറ്റുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ പ്രിലിംസിന്റെ ഡേറ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. ഏകദേശം എപ്പോഴാണ്? ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിൽ തന്നെ എന്തുണ്ടാവും? പ്രിലിംസ് ഡേറ്റ് ഉണ്ടാവും. എന്റെ അഡ്മിറ്റ് കാർഡ് ജൂലൈ 20-ാം തീയതി തൊട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. യെസ്, ഓക്കെ. അപ്പൊ പ്രധാനപ്പെട്ട ഡേറ്റുകൾ കണ്ടു. ഇനിയാണ് നമ്മൾക്ക്
പ്രധാനപ്പെട്ട നമ്മുടെ ഇംഗ്ലീഷിനെ കുറിച്ച് സംസാരിക്കാനുള്ളത്. അപ്പം ഇംഗ്ലീഷിന്റെ ടോപ്പിക്കുകളെ നമുക്ക് പ്രധാനമായിട്ടും 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ പാർട്ടാണ് എന്ത്? ഗ്രാമർ പാർട്ട്. ഗ്രാമർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ്, അല്ലടാ? ഒരു ഭാഷ എങ്ങനെയായിരിക്കണം, ഒരു സെന്റൻസ് എങ്ങനെ ആയിരിക്കണം, എങ്ങനെ വന്നാലേ ഇത് ശരിയാവത്തുള്ളൂ എന്നതിനെ സംബന്ധിക്കുന്ന കുറച്ച് നിയമങ്ങളാണെന്ത് ഗ്രാമർ പാർട്ടിലുള്ളത്. നമ്മളിപ്പോ ഹിന്ദിയില് മേ വെച്ച ഹൂ വെക്കണം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേപോലെ ഇന്നൊരു കാര്യം സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വന്നിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് വരേണ്ടത് ഇതായിരിക്കും. ഇങ്ങനെയുള്ള കുറച്ച് നിയമങ്ങളാണെന്ത് ഗ്രാമർ എന്ന് പറയുന്നത്. അടുത്ത വൊക്കാബുലറി, ഒരു ഭാഷയുടെ ജീവൻ എന്ന് പറഞ്ഞാൽ തന്നെ ആ ഭാഷയിലെ ശൈലികളും പദങ്ങളും ഒക്കെയാണ്, അല്ലെ? ഒരാളെ സംബന്ധിച്ചൊരു നമ്മളതിനെ പദശേഖരം എന്നാണ് വിളിക്കുക, പദശേഖരം. യെസ്, ഒരു ഭാഷയെ സംബന്ധിച്ച് അതിന്റെ ഒരു പദശേഖരം ഉണ്ടാവും, ഒരു വ്യക്തിയെ സംബന്ധിച്ചും ഒരു പദശേഖരം ഉണ്ടാകും. അപ്പം എക്സാമിനേഷനിൽ ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത് നമ്മുടെ പദാവലി എത്രത്തോളം ഉണ്ടെന്നാണ്, എത്രത്തോളം വാക്കുകൾ അല്ലെ എത്രത്തോളം ശൈലികളുമായിട്ട് നമുക്ക് പരിചയമുണ്ട്. ഇതാണ് എന്ത് എക്സാമില് ടെസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നത്. അപ്പൊ പരമാവധി നമ്മുടെ വൊക്കാബുലറി നമ്മൾ എക്സ്പാൻഡ് ചെയ്യണം. എന്തൊക്കെ അതിന്റെ രീതികളും മാർഗങ്ങളൊക്കെ നമുക്ക് വീഡിയോയുടെ അവസാനം സംസാരിക്കാം. പിന്നെയാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട 2 ഭാഗം, ഗ്രാമറും വൊക്കാബുലറിയും. എടാ, ഇത് രണ്ടിലും നിങ്ങൾ പക്കയാണെങ്കിൽ ഈ ഒരു ഭാഗം നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കോംപ്രഹെൻഷൻ, നിങ്ങൾക്ക് ഗ്രാമർ പ്രോപ്പർ ആണ്, നല്ല വൊക്കാബുലറി ഉണ്ട്, നല്ല പദശേഖരം ഉണ്ട്. ഇത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ? കോംപ്രഹെൻഷൻ, ഒരു കാര്യത്തെ വായിച്ചു മനസ്സിലാക്കി ഗ്രഹിക്കുക, അത് പ്രശ്നമുണ്ടോ? ഇല്ല. ഇത് 3ഉം ശരിയാണെങ്കിൽ നാച്ചുറലി ഇവിടെ നിങ്ങൾ എക്സൽ ചെയ്യും, ഇവിടെ നിങ്ങൾ എയ്സ് ചെയ്യും, അല്ലെ? അതിനു വേണ്ടി തന്നെ പ്രത്യേക എഫേർട്ട് ഇടേണ്ട ആവശ്യമില്ല. ഇത് 3ഉം നിങ്ങൾക്ക് പക്കയാണെങ്കിൽ നാച്ചുറലി ഡിസ്ക്രിപ്റ്റീവ് റൈറ്റിംഗിൽ വളരെ നിഷ്പ്രയാസം നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്, അതാണ് ഇംഗ്ലീഷ് ടോപ്പിക്സിന്റെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, യെസ്, അത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. യെസ്, ഇനി ഓരോ ക്വസ്റ്റ്യൻ ടൈപ്പിനെ കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. ഓക്കെ, നമുക്ക് ഏകദേശം അറിയാം, മോക്ക് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്വസ്റ്റ്യൻ ടൈപ്സിനെ പരിചയപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? എന്നിരുന്നാലും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ്, എന്തൊക്കെ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രഹെൻഷനിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്? റീഡിംഗ് കോംപ്രഹെൻഷൻ, നമുക്കറിയാം, നമുക്കൊരു പാസേജ് തരും, ആ പാസേജ് വായിച്ച് മനസ്സിലാക്കുക, അതിന്റെ കണ്ടന്റ്, അതുപോലെ തന്നെ അതിന്റെ തീം, ടോണ്, അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഫാക്ട്, അതിൽ പറഞ്ഞിരിക്കുന്ന ഒപ്പീനിയൻ, പിന്നെ അതിനകത്ത് വൊക്കാബുലറി, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങൾ തരും. ആ ചോദ്യങ്ങൾ ഈ പാസേജ് വായിച്ചതിന്റെ വെളിച്ചത്തിൽ ചെയ്യുക എന്നുള്ളതാണ് റീഡിംഗ് കോംപ്രഹെൻഷനിൽ നമ്മൾ ചെയ്യേണ്ടത്. ക്ലോസ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ ചെയ്യാം. ക്ലോസ് ടെസ്റ്റ്, നമുക്കൊരു പാസേജ് തരും, അതേപോലെ ഒരു പാരഗ്രാഫ് ആയിരിക്കും തരുന്നത്. ആ പാരഗ്രാഫിന്റെ കുറച്ചിടങ്ങളിൽ, മിക്കവാറും അതൊരു 5 ഇടങ്ങളിലായിരിക്കും, ഒരു 5 ഇടങ്ങളിൽ ബ്ലാങ്ക് സ്പേസസ് ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആ പാരഗ്രാഫ് വായിച്ച് മനസ്സിലാക്കി ഓരോ ബ്ലാങ്കിനും 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷൻസിൽ കൃത്യമായത് തിരഞ്ഞെടുത്ത് ഓരോ ബ്ലാങ്കും പൂരിപ്പിക്കുക. അതാണ് നമ്മുടെ ടാസ്ക്. അങ്ങനെ പൂരിപ്പിക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? ആദ്യം ഈ പാസേജിന്റെ ഓവറോൾ ടോണ് അല്ലെങ്കിൽ തീം മനസ്സിലാക്കണം. എന്നാൽ അതിനനുസരിച്ച് ബ്ലാങ്ക്സ് ഫില്ല് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഏത് ബ്ലാങ്ക് ആണോ ഫില്ല് ചെയ്യുന്നത് അതിന്റെ മുൻപത്തെ ഭാഗം നോക്കുക, പിന്നെ ഏറ്റവും അവസാനത്തെ ഭാഗവും നോക്കുക. പിന്നെ അവിടെ ഏതാണ് വരിക എന്ന് തിരിച്ചറിയണം. അതിനാണ് ഈ മുമ്പും പിൻപും നോക്കാൻ പറയുന്നത്. അവിടെ ഒരു നൗൺ ആണോ, പ്രോനൗൺ ആണോ, അല്ലെങ്കിൽ ഒരു വെർബ് ആണോ, അഡ്ജക്റ്റീവ് ആണോ, ആഡ്വർബ് ആണോ വരുന്നതെന്ന് തീരുമാനിക്കണം. അതിന് നമ്മൾ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കണം. അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം. പക്ഷെ ക്ലോസ് ടെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോ ഒന്ന് വളരെ ബ്രീഫ് ആയിട്ട് പറഞ്ഞത്. എറർ സ്പോട്ടിംഗ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യ ടൈപ്പാണ്. ഇംഗ്ലീഷ് ഭാഗമായിട്ടുള്ള എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും നിരന്തരമായിട്ട് ചോദിക്കുന്നതാണ്. ഒന്നുമില്ല, ഒരു സെന്റൻസിനെ ഇങ്ങനെ 2 അല്ലെങ്കിൽ 3 അല്ലെങ്കിൽ 4 ആയിട്ട് ഭാഗിച്ചിട്ടുണ്ടാകും. അപ്പൊ ഏതോ ഒരു ഭാഗത്ത് ഒരു തെറ്റൊളിഞ്ഞ് കിടക്കുന്നുണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ ഭാഗത്തെ ഇങ്ങനെ ABCD എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഏത് പാർട്ടിലാണ് തെറ്റ് ആ ഭാഗം മാത്രം അടയാളപ്പെടുത്തിയാൽ മതി. നിങ്ങളവിടെ തെറ്റ് തിരുത്തേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലെങ്കിൽ ഇന്നതാണ് തെറ്റെന്ന് അവിടെ പറഞ്ഞ് എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഐഡന്റിഫൈ അല്ലെങ്കിൽ ജസ്റ്റ് സ്പോട്ട് ദ എറർ, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, സെന്റൻസ് ഇംപ്രൂവ്മെന്റ് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. അതായത് നമുക്കൊരു ഒറിജിനൽ സെന്റൻസ് തരും. ആ സെന്റൻസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ സെന്റൻസിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് തെറ്റുണ്ടാവും, അല്ലെങ്കിൽ അത് ഭാഗിക അർത്ഥം മാത്രമുള്ളതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യണം? ആ
ആ സെന്റൻസ് വായിച്ച് മനസ്സിലാക്കി അതിലെ കുറവ് മനസ്സിലാക്കി അത് നികത്തക്ക രീതിയിലുള്ള ഒരു ഓപ്ഷൻ, 4 ഓപ്ഷൻസ് ഉണ്ടാവും. ആ ഓപ്ഷനിൽ നിന്ന് ഈ ഒരു ഒറിജിനൽ സെന്റൻസിനെ പ്രോപ്പർ ആയിട്ട് റീപ്ലേസ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരു സെന്റൻസ് തിരഞ്ഞെടുക്കുക, അല്ലെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതാണ് സെന്റൻസ് ഇംപ്രൂവ്മെന്റ് നമ്മൾ ചെയ്യേണ്ടത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വളരെ എളുപ്പമാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, ഒരു സെന്റൻസ് വരും, അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ബ്ലാങ്ക് ആയിരിക്കും. നമ്മുടെ ക്ലോസ് ടെസ്റ്റ് ഇല്ലേ, അതുപോലെ തന്നെ ഇവിടെ ഒരു പാരഗ്രാഫ് അല്ലല്ലോ, പാസേജ് അല്ല, മറിച്ച് ഒരു സെന്റൻസ് മാത്രമാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. പാരാജംബിൾസ്, ഇത് ഏറ്റവും രസകരമായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആണ്. നമുക്ക് ഒന്നെങ്കിൽ ഒരു സിറ്റുവേഷൻ തരും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പീസ് ഓഫ് റൈറ്റിംഗിന്റെ ഒരു ഭാഗമായിരിക്കും തരിക. അതെങ്ങനെ തരുവാന്നറിയോ? നോർമൽ ആയിട്ട് തരില്ല, ഷഫിൾഡ് ആയിട്ടായിരിക്കും തരിക. ആദ്യം വരേണ്ടത് അവസാനം വരും, അവസാനം വരേണ്ടത് നടുക്കും വരും. അങ്ങനെ ഷഫിൾഡ് ആയിട്ട് തരും. ഓപ്ഷൻസും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? ലോജിക്കലി കോണ്ടെക്സ്ച്വലി കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്ന രീതിയിൽ കറക്റ്റ് ഓർഡർ കണ്ടുപിടിക്കണം. ഏത് ഓർഡർ ആണോ കറക്റ്റ് ആയിട്ടുള്ളത് ആ ഓപ്ഷൻ തിരഞ്ഞെടുത്ത് എഴുതുക. ഇപ്പം ABCD എന്നുള്ള 4 ഓപ്ഷൻസ് ആണെങ്കിൽ ഏതാണോ കറക്റ്റ് ഓർഡറിൽ പോകുന്നത് അത് തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് പാരാജംബിൾസിൽ. മാച്ച് ദ കോളം വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള SSC എക്സാമുകളിലില്ല. ഞാൻ ഇത്രയും പറഞ്ഞ കാര്യമൊക്കെ SSC എക്സാമുകളുടെ ഇംഗ്ലീഷിലൊക്കെ ഉണ്ടായിരുന്നു. ഇത് ബാങ്കിങ്ങിലായിട്ട് പ്രത്യേകിച്ച് വരുന്നതാണ് ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ്. മാച്ച് ദ കോളം. നമുക്ക് 2 കോളം ഉണ്ടാവും, കോളം A, കോളം B. ഓക്കെ, ഇവിടെ ഒരു സെന്റൻസിന്റെ ഭാഗം ഉണ്ടാകും. ആ സെന്റൻസിന്റെ ഭാഗത്തോട് കോളം ബിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള ഭാഗം യോജിപ്പിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ ഇവിടെ എഴുതാം. ഹി മിസ്ഡ് ദ ബസ്. ഹി മിസ്ഡ് ദ ബസ്, ഇതാണ് കോളം എയിൽ. ഞാൻ വേർഡ് സ്വാപ്പിങ്ങിന്റെ കാര്യമാണ് പറയുന്നത്, സോറി, മാച്ച് ദ കോളത്തെ കുറിച്ചാണ് പറയുന്നത്. ഹി മിസ്ഡ് ദ ബസ്. ഇവിടെ യെസ് നോക്കിയേ, ഹി സോറി എന്തൊക്കെയാ പറയുന്നല്ലേ. യെസ്, ഹി മിസ്ഡ് ദ ബസ്. ഇതാണ് ആ സെന്റൻസിന്റെ ആദ്യ ഭാഗം. ഇതിനെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യത്തക്ക രീതിയിലുള്ള കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ഏതാ? ബിക്കോസ് ഹി ലവ്സ് റീഡിംഗ് ആണോ? ആസ് ഹി വോക്കപ്പ് ലേറ്റ് ആണോ? ട്രെയിൻ മിസ്സായി എന്നുള്ളതാണ്. അവൻ ലേറ്റ് ആയിട്ട് എണീറ്റതായതുകൊണ്ടാവില്ലേ ട്രെയിൻ മിസ്സായിട്ടുണ്ടാവുക. അപ്പം ഇവിടെ കണക്ട് ചെയ്യേണ്ടത് കോളം എയിൽ നിന്ന് കോളം ബിയിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഓപ്ഷനുമായിട്ടായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇത് എഴുതിയ തെറ്റാവും. അപ്പം കോളം എയുമായിട്ട് ചേർന്ന് പോകുന്ന കോണ്ടെക്സ്ച്വലി, ഗ്രാമാറ്റിക്കലി, ലോജിക്കലി കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ മാച്ച് ചെയ്യാന്നുള്ളതാണ് കോളം മാച്ചിങ് എന്ന ഓപ്ഷനിൽ നമ്മൾ ചെയ്യേണ്ടത്, ചോദ്യ ടൈപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, യെസ്. ഇനി വേർഡ് സ്വാപ്പ്. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അറിയാം അല്ലെ, പരസ്പരം മാറുക എന്നാണ്. നമ്മൾ ഇപ്പം പടക്കളം എന്ന് പറഞ്ഞൊരു മൂവി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ പ്രത്യേകത എന്താണ്? ഈ പേഴ്സണാലിറ്റീസ് പരസ്പരം സ്വാപ്പ് ചെയ്യപ്പെടുന്നതാണ്. അത് അതിന്റെ ഒരു തീം എന്ന് പറയുന്നത്. സ്വാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ പരസ്പരം മാറുക, അത് തന്നെയാണ്. യെസ്, നമുക്കൊരു പാസേജ് തരും. യെസ്, ഇങ്ങനെ ഒരുപാട് വരികളുള്ള ഒരു പാസേജ്. ഇതിനകത്ത് ചില വാക്കുകൾ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ഹൈലൈറ്റ് ചെയ്ത വാക്കുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് പരസ്പരം സ്വാപ്പ് ചെയ്തിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. അതായത് ഇവിടെയുള്ള വാക്ക് ശരിക്കും ഇവിടെ ആയിരിക്കും വരേണ്ടത്, അല്ലെങ്കിൽ ഇവിടെ വരുന്ന വാക്ക് ശരിക്കും ഇവിടെ വരേണ്ടതായിരിക്കും. അങ്ങനെ പരസ്പരം സ്വാപ്പ് ചെയ്യും. നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കറക്റ്റ് ഓർഡറിലാക്കണം. അങ്ങനെ ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് നോക്കുക, എങ്കിൽ ആ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതാണ് വേർഡ് സ്വാപ്പ് എന്ന രീതിയിൽ വരുന്നത്. അപ്പം ഇത് രണ്ടെണ്ണം പൊതുവെ പരിചയം ഉണ്ടാവില്ല. ഇപ്പം SSC എഴുതിയിട്ട് ബാങ്കിങ്ങിലേക്ക് വന്ന ഒരാളാണെങ്കിൽ ഇത് രണ്ടും പുതിയ ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, യെസ്. വേർഡ് യൂസേജ്. എന്താണ് വേർഡ് യൂസേജ്? എ സിംഗിൾ വേർഡ് ഈസ് പ്രൊവൈഡഡ് ആൻഡ് യൂസ്ഡ് ഇൻ മൾട്ടിപ്പിൾ സെന്റൻസ് ഓപ്ഷൻസ്. അതായത് ഒരു സിംഗിൾ വേർഡ് തരും, ആ വേർഡിനെ തന്നെ പല സെന്റൻസുകളിൽ, അതായത് ഓപ്ഷൻസ് ഉണ്ടാവും. 4 ഓപ്ഷൻസിൽ 4 ഡിഫറെന്റ് സെന്റൻസിൽ ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മീനിങ് കറക്റ്റ് ആയിട്ട് വരത്തക്ക രീതിയിൽ ഏത് സെന്റൻസിലാണോ ഉപയോഗിച്ചിട്ടുള്ളത്
ആ സെന്റൻസ് തിരഞ്ഞെടുത്ത് എഴുതുക. അതാണ് വേർഡ് യൂസേജുമായിട്ട് ബന്ധപ്പെട്ട. പിന്നെ വൊക്കാബുലറി റിലേറ്റഡ് കാര്യങ്ങളാണ്. അതിൽ പര്യായ പദങ്ങളുണ്ട്, വിപരീത പദങ്ങൾ, അത് പല രീതിയിൽ ചോദിക്കും. യെസ്. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അഥവാ ശൈലികൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. നമ്മുടെ മലയാളത്തിൽ ഒരുപാട് ശൈലികളുണ്ട് അല്ലേ? മുല്ലപ്പൂവിന്റെ അടുത്ത് കിടക്കും, കല്ലിനും ഉണ്ടാകും, സൗരഭ്യം എന്നൊക്കെ തുടങ്ങി ധാരാളം ചൊല്ലുകളുള്ള ഒരു ഭാഷയാണ് മലയാളം. അതുപോലെ തന്നെ ഒരു ഭാഷയല്ലേ ഇംഗ്ലീഷും. അപ്പൊ അതിനകത്ത് ഇഷ്ടം പോലെ ചൊല്ലുകളുണ്ട്. അതിന്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരാം. പിന്നെ കണക്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, നമ്മുടെ ഈ ബട്ട്, സോ, ഹൗഎവർ, ദോ, ഇതിനെയാണ് നമ്മൾ കൺജങ്ഷൻസ് അഥവാ കണക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇതിന്റെ അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടും ചോദ്യങ്ങൾ വരാം. യെസ്. പിന്നെ ഇൻഫറൻസ് അല്ലെങ്കിൽ അസംഷൻ ബേസ്ഡ് ക്വസ്റ്റ്യൻസ്, അതായത് എ ഷോർട്ട് പാസേജ് ഇസ് ഗിവൺ, നമുക്കൊരു ഷോർട്ട് പാസേജ് തരും, ഫോളോഡ് ബൈ ക്വസ്റ്റ്യൻസ് ആസ്കിംഗ് വാട്ട് ക്യാൻ ബി ലോജിക്കലി ഇൻഫേർഡ് ഓർ അസ്യൂംഡ് ഫ്രം ദ ഇൻഫർമേഷൻ പ്രൊവൈഡഡ്. യെസ്. അപ്പൊ നമുക്കൊരു പാസേജ് തരും, അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾ എങ്ങനെയാന്ന് വെച്ചാല്, തന്നിരിക്കുന്ന പാസേജ് വായിച്ച് മനസ്സിലാക്കി അതിൽ നിന്ന് എന്തൊക്കെ വരാം, അങ്ങനെയാണ് ചോദ്യം ചോദിക്കുക കേട്ടോ. യെസ്. ചിലപ്പോൾ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടാവും, 4 എണ്ണം, ഇങ്ങനെ 4 ഓപ്ഷൻസ്. അപ്പൊ തന്നിരിക്കുന്ന 4 ഓപ്ഷൻസില് പാസേജ് വായിച്ചതിന്റെ വെളിച്ചത്തിൽ ശരിയായത് ഏതാണ്, അങ്ങനെ ചോദിക്കുന്നതിനെയാണ് എന്ത്, ഇൻഫറൻസ് അല്ലെങ്കിൽ അസംഷൻ എന്ന് പറയും. യെസ്. പിന്നെ സെന്റൻസ് ആൻഡ് പാരഗ്രാഫ് കംപ്ലീഷൻ. യെസ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ, നമുക്കറിയാം, ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാല് ഒരു വലിയൊരു വാചകം ഉണ്ടാകും, അതിനെ ഒറ്റ വാക്കിൽ ചുരുക്കുക. പിന്നെ സ്പെല്ലിംഗ് ഡിറ്റക്ഷൻ ആണ്, മിസ്സ്പെൽഡ് വേർഡ് കണ്ടുപിടിക്കുക, സ്പെല്ലിംഗ് എറർ. ഇപ്പൊ ഒരു സെന്റൻസിന്റെ ഭാഗമായിട്ടായിരിക്കും തരിക, അല്ലെങ്കിൽ ഒരു സിംഗിൾ വേർഡ് ആയിട്ട് അങ്ങനെ തന്നെ ഒറ്റയ്ക്കും തരാറുണ്ട്. അപ്പൊ അത് കണ്ടുപിടിക്കുക. ഏകദേശം ഒരു 16 ടൈപ്സ് ഓഫ് ചോദ്യങ്ങളാണ് ബാങ്കിങ് എക്സാംസിൽ, പ്രത്യേകിച്ച് SBO PO എക്സാമില് നമുക്ക് നേരിടേണ്ടതായിട്ടുള്ളത്. യെസ്. ഓക്കെ. അപ്പൊ നമ്മള് ക്വസ്റ്റ്യൻസിന്റെ ടൈപ്പ് അല്ലെ, അത് മനസ്സിലാക്കി. ഇനിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. എന്ത് പഠിക്കണം, ക്വസ്റ്റ്യന്റെ ടൈപ്പ് ഞാൻ മനസ്സിലാക്കി. അപ്പം ഈ ടൈപ്പിനെ നേരിടാൻ പാകത്തിന് എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു SBI POന്റെ ഇംഗ്ലീഷിന്റെ സിലബസ് നോക്കുകയാണെങ്കിൽ വെബ്സൈറ്റ് നോക്കുമ്പോൾ വളരെ വേഗമായിട്ട് തോന്നും, കൃത്യമായിട്ട് അങ്ങനെ പറയുന്നില്ല എന്താണ് പഠിക്കേണ്ടത്. പക്ഷെ അത് പ്രശ്നമില്ല, നമ്മളിവിടെ വളരെ കൃത്യമായിട്ട് പറയാണ് എന്താ പഠിക്കേണ്ടത് എന്നതിനെ പറ്റിയിട്ട്. ഓക്കെ. നമ്മൾ ഏറ്റവും ആദ്യം ഏറെ ശ്രദ്ധയോടുകൂടി പഠിക്കേണ്ടത് പാർട്സ് ഓഫ് സ്പീച്ച് ആണ്. ആരൊക്കെ ഈ പാർട്സ് ഓഫ് സ്പീച്ചിൽ വരുന്നത്? നൗൺസ്, പ്രോനൗൺസ്, വേർബ്സ്, അഡ്ജക്റ്റീവ്സ്, ആഡ്വേർബ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, ആർട്ടിക്കിൾസ്. ഇതാണ് ഇംഗ്ലീഷിന്റെ അടിത്തറ എന്ന് പറയുന്നത്. നമുക്കറിയാം, അടിത്തറ ഇല്ലെങ്കിൽ ഒരു കെട്ടിടത്തിന് നിലനിൽപ്പില്ല അല്ലെ. ബേസ് ഇല്ലാതെ നമ്മൾ എന്ത് പണിതാലും നിലനിൽപ്പുണ്ടോ? ഇല്ല. അപ്പം ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ലൊരു വൈദഗ്ധ്യം നിങ്ങൾക്ക് അങ്ങനെ നേടിയെടുക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ പറഞ്ഞ ടോപ്പിക്കുകളിൽ വെൽ വേഴ്സ്ഡ് ആയിരിക്കണം. ഏറ്റവും ആദ്യം ഏറ്റവും പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ടത് അത് പാർട്സ് ഓഫ് സ്പീച്ച്. യെസ്. ഭാഷയുടെ മൂലക്കല്ലെന്ന് വേണമെങ്കിൽ പറയാം. നൗണ് നമുക്കറിയാം, നാമങ്ങൾ, സർവനാമങ്ങൾ, ക്രിയകൾ, നാമവിശേഷണങ്ങൾ, ക്രിയാവിശേഷണങ്ങൾ, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ്, പിന്നെ ആർട്ടിക്കിൾസ്. ഓക്കെ. ഒരു സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ ഫോം എന്ന് പറയുന്നത്, സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിന്റെ ഒരു സെന്റൻസിന്റെ ഫോം എന്ന് പറയുന്നത്, സ്ട്രക്ചർ എന്ന് പറയുന്നത് SVO ആണ് അല്ലെ. സബ്ജക്റ്റ് വേണം, വെർബ് വേണം, ഒബ്ജക്റ്റ് വേണം. ഓക്കെ. ഈ സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് ഒന്നെങ്കിൽ നൗണ് വരാം, അല്ലെങ്കിൽ പ്രോനൗണ് വരാം അല്ലെ. നൗണിന് ശേഷം നൗണിനെ വിശേഷിപ്പിക്കുന്ന അഡ്ജക്റ്റീവ് വരാം. പ്രോനൗണിനെയും അഡ്ജക്റ്റീവ് വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ അടുത്തത് ക്രിയയാണ്. ഇതാണ് വേർബ്സ്, ക്രിയകൾ. ഈ ക്രിയകളെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത്? ആഡ്വേർബ്സ് എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് എന്ത്? പ്രിപ്പോസിഷൻസ്. നമ്മുടെ ഈ ടു, ഇൻ, ഓൺ, അറ്റ്, അങ്ങനെ പറഞ്ഞ കുഞ്ഞു കുഞ്ഞു വാക്കുകൾ, അതാണ് പ്രിപ്പോസിഷൻസ്. കൺജങ്ഷൻസ് നമ്മൾ ഓൾറെഡി കണ്ടു. ബട്ട്, സോ, ഫോർ, ആൻഡ്, ഇങ്ങനെയാണ് കൺജങ്ഷൻസ് വരുന്നത്. ആർട്ടിക്കിൾ നമുക്കറിയാം, എ, ആന്, ദ, ഇതൊക്കെയാണ്. യെസ്. ക്രിയകൾ മെയിൻ വേർബ്സും ഉണ്ട്, ഓക്സിലറി വേർബ്സും ഉണ്ട്. ഇത് നാമവിശേഷണങ്ങൾ, ക്രിയാവിശേഷണങ്ങൾ, പ്രോനൗൺസ്. ഹി, ഷീ, ഇറ്റ്, ഇതിനെയൊക്കെയാണ് നമ്മൾ പ്രോനൗൺസ് എന്ന് വിളിക്കുക. നാമങ്ങൾ, നൗൺ എന്ന് പറഞ്ഞ നാമങ്ങളാണ്. യെസ്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങളുണ്ട്, കുറച്ച് റൂൾസ് ഉണ്ട് കേട്ടോ.
ഈ റൂൾസ് നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം. ഈ ഓരോന്നിനും ടൈപ്പ് ഉണ്ട്, ഇതിന്റെ ടൈപ്സ് പഠിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിക്കുക. ടൈപ്സ് പഠിക്കുക, നിയമങ്ങൾ പഠിക്കുക, ടൈപ്സ് പഠിക്കുക, നിയമങ്ങൾ പഠിക്കുക. അത് തന്നെയാണ്. നൗണിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈപ്സ് ഉണ്ട്, പ്രോനൗണിനുണ്ട്, വേർബ്സിനുണ്ട്, അഡ്ജക്റ്റീവ്സിനുണ്ട്. അപ്പൊ ഇതിന്റെ ഒക്കെ ഗ്രാമാറ്റിക്കൽ റെലവൻസും പ്രത്യേകതകളും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, യെസ്. യെസ്, ഇനിയാണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്, അല്ലെങ്കിൽ സെന്റൻസിന്റെ സ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ടോപ്പിക്. നമ്മൾ ബേസ് കഴിഞ്ഞു, അടിത്തറ നമ്മൾ പണിതു, സെറ്റായി. ഇനി നമ്മൾ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടോപ്പിക്സിലേക്ക് പോവാണ്. അവിടെ ഏറ്റവും ആദ്യം തന്നെ കിടക്കുന്നത് ഇംഗ്ലീഷിലെ, വേണമെങ്കിൽ നമുക്ക് ഗോൾഡൻ റൂൾ എന്ന് വിളിക്കാം. ഇംഗ്ലീഷിന്റെ ഗോൾഡൻ റൂൾ എന്താണത്? സുവർണ നിയമം, സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ്. ഒരു സെന്റൻസ് നിലനിൽക്കണമെങ്കിൽ അതിൽ എന്തുണ്ടാവണം? സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് പ്രോപ്പർ ആയിരിക്കണം. എന്താ അത് പറയുന്നത്? സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വെർബ്, പ്ലൂറൽ സബ്ജക്റ്റിന് പ്ലൂറൽ വെർബ്. അതാണ് സബ്ജക്റ്റ് വെർബ് എഗ്രിമെന്റ് എന്ന് പറഞ്ഞത്. ടെൻസസ്, അതില്ലാതെ ഒരു സെന്റൻസ് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല, അല്ലെ? ഒരു കാര്യം എപ്പോ നടന്നു, എങ്ങനെ നടന്നു എന്നൊക്കെ പറയുമ്പോഴല്ലേ അത് ക്ലാരിറ്റി വരിക. അപ്പൊ കാലങ്ങളെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാകണം. ഇംഗ്ലീഷിൽ 12 കാലങ്ങളുണ്ട്, കാലനല്ല കാലങ്ങൾ. ഓക്കെ. പിന്നെ ഈ ടെൻസുമായിട്ട് ബന്ധപ്പെട്ട 2 വിഷയങ്ങളാണെന്ത്? ആക്റ്റീവ് ആൻഡ് പാസീവും ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ്. അപ്പൊ ഇത് ഇന്റർ കണക്റ്റഡ് ആണ്, ഡീപ്ലി കണക്റ്റഡ് ആണ്. ടെൻസ് പഠിച്ചില്ലെങ്കിൽ ഇത് 2 നിങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല. ഓക്കെ. ഈ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിപ്പോർട്ടഡ് സ്പീച്ച് ആണ് കേട്ടോ, റിപ്പോർട്ടഡ് സ്പീച്ച് ആണ്. ആക്റ്റീവ് ആൻഡ് പാസീവ് എന്ന് പറഞ്ഞ ഒന്നുമില്ലടാ, നേരായി പറയുന്നതും തലതിരിച്ച് പറയുന്നതും. അതിന് ചില പ്രത്യേക നിയമങ്ങളുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് പഠിച്ച് സുന്ദരമായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് കേൾക്കും ഇതൊക്കെ ഭയങ്കര പ്രയാസമുള്ളതായിട്ട് തോന്നും. എനിക്കും അങ്ങനെയൊക്കെ തോന്നിയിരുന്നു. പിന്നെ ഇത് പ്രാക്ടീസിലൂടെ ഇതൊന്നും വലിയ സംഭവമല്ല നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഘട്ടമുണ്ട്. അത് ഭയങ്കര രസമാണ്. ഓക്കെ, യെസ്. പിന്നെ കണ്ടീഷണൽ സെന്റൻസ്, നമ്മുടെ ഈഫിലൊക്കെ തുടങ്ങുന്നത്. ക്വസ്റ്റ്യൻ ടാഗ് അതത്ര ലോ പ്രയോറിറ്റി ആണ്, അങ്ങനെ ചോദിക്കാറില്ല. എന്നിരുന്നാലും നമ്മൾ അതിന്റെ ഒരു ബേസിക് റൂള് മനസ്സിലാക്കിയിരിക്കുക. ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ നമ്മൾ പോസിറ്റീവ്, സൂപ്പർലേറ്റീവ്, പോസിറ്റീവ്, കമ്പാരിറ്റീവ്, സൂപ്പർലേറ്റീവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെ? അത് അഡ്ജക്റ്റീവ്സിനും ഉണ്ട്, ആഡ്വേർബ്സിനും ഉണ്ട്. അതിവിടെ ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത്, ഓക്കെ, അത് നമ്മൾ ഓൾറെഡി പാർട്സ് ഓഫ് സ്പീച്ചിന്റെ ഭാഗമായിട്ട് തന്നെ പഠിച്ചു പോകുന്നതാണ് കേട്ടോ. ഇൻവേർഷൻ അതൊരു റൂളാണ്, ഇംഗ്ലീഷിലെ ഒരു റൂളാണ്. നമ്മൾ ക്വസ്റ്റ്യൻ ഉപയോഗിക്കുമ്പോൾ ഇൻവേർഷൻ ഉപയോഗിക്കാറുണ്ട്. ഒന്നുമില്ല, സബ്ജക്റ്റിന് മുന്നേ വെർബ് വരുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻവേർഷൻ എന്ന് വിളിക്കുന്നത്. പാരലലിസം നമ്മളൊക്കെ മറന്നു പോകുന്ന, അല്ലെ? നമ്മളൊരു കാര്യം എഴുതി വരുമ്പോ സൗകര്യപൂർവ്വം മറക്കുന്ന ഒരു കാര്യമാണ് പാരലലിസം അഥവാ സമാന്തരത. ഒന്നുമില്ല, നിങ്ങൾ എങ്ങനെയാണോ ഒരു സെന്റൻസ് തുടങ്ങിയത് അതേ രീതിയിൽ തന്നെ വേണം അവസാനിപ്പിക്കാൻ. അതായത് ഏത് ടെൻസിലാണോ, ഏത് വെർബ് ടെൻസിലാണോ നിങ്ങൾ സെന്റൻസ് തുടങ്ങിയത്, ആ സെന്റൻസിലുടനീളം അതേ വെർബ് ടെൻസും അതേ ഗ്രാമാറ്റിക്കൽ റാങ്കും നിങ്ങൾ പാലിക്കണം എന്ന് മാത്രമേ പാരലലിസം പറയുന്നുള്ളൂ. വളരെ കുഞ്ഞു കാര്യമാണ്, പക്ഷെ എന്നാൽ നമ്മളെയൊക്കെ കുഴപ്പത്തിൽ ചാടിക്കാൻ കെൽപ്പുള്ള ഒരു നിയമമാണെന്ന് മനസ്സിലാക്കുക. ട്രാൻസ്ഫോർമേഷൻ ഓഫ് സെന്റൻസ്. ഒരു പോസിറ്റീവ് സെന്റൻസിനെ എങ്ങനെ നെഗറ്റീവ് ആക്കാം, അല്ലെങ്കിൽ ഒരു അസേർട്ടീവ് സെന്റൻസിനെ, ഒരു അസേർട്ടീവിനെ എങ്ങനെ ഇന്ററോഗേറ്റീവ് ആക്കാം, ഒരു പ്രസ്താവന രൂപത്തിലുള്ളതിനെ എങ്ങനെ ചോദ്യ രൂപമാക്കാം, എങ്ങനെ ഒരു പോസിറ്റീവിനെ നെഗറ്റീവ് ആക്കാം. നമ്മൾ ഈ ഡൂവിനെ, ഡസിനെ, ഡിഡിനൊക്കെ പുറത്തെടുക്കുന്ന ആ പരിപാടി ഇല്ലേ, ചിലർക്കെങ്കിലും ആ മേഖലകളിലൊക്കെ ഒരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പ്രോപ്പർ ആയിരിക്കണം. കാരണം ചെറിയൊരു മേഖല പഠിക്കാത്തത് കാരണം നമ്മുടെ മാർക്ക് പോകുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അല്ലെ? യെസ്. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇനി ഈ ഗ്രാമർ പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ എക്സ്ട്രാ കെയർ കൊടുക്കേണ്ടതുണ്ട്. യെസ്, അതാണ് ഞാൻ ഇനി സംസാരിക്കാൻ പോകുന്നത്. ഞാൻ ഓൾറെഡി സംസാരിച്ചത് മാസ്റ്റർ ദ ബേസിക്സ് ഫസ്റ്റ്. നിങ്ങൾ ആദ്യം കയറി ടെൻസ് പഠിക്കുന്നു, എന്നാ പിന്നെ ആദ്യം കണ്ട് റിപ്പോർട്ടഡ് സ്പീച്ച് പഠിക്കാം. നോ, അതല്ല അതിന്റെ ശരിയായിട്ടുള്ള നടപടി. യു സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു ചൂട് ചോറ് കിട്ടുകയാണ്, ആദ്യമേ കയറി നടുക്ക് കഴിട്ടാ എന്ത് പറ്റും? കൈ അങ്ങ് പൊള്ളി കൊമളിക്കും, അല്ലേ? അതൊന്ന് പകരം എന്ത് ചെയ്യണം? അരികത്ത് നിന്ന് സാവധാനം ഇങ്ങനെ തിന്നുക, എന്നിട്ട് നമ്മൾ നടുക്കോട്ടേക്ക് ആദ്യം അങ്ങ് പോയാൽ മതി. അതുപോലെ തന്നെയാണ് ഈ ഗ്രാമർ പഠിക്കുന്നത്. യു സ്റ്റാർട്ട് ഫ്രം ദ ബേസിക്സ്, then go to the advanced sections. ഓക്കെ, ഏതാ ബേസിക്സ്?
പാർട്സ് ഓഫ് സ്പീച്ച്, POS, പാർട്സ് ഓഫ് സ്പീച്ച്, അതിൽ നിന്ന് തുടങ്ങുക. പിന്നെ പാറ്റേൺസ്, ലേൺ ത്രൂ പാറ്റേൺസ്. നമ്മൾ ചുമ്മാ ഇപ്പം എനിക്ക് ഗ്രാമർ പഠിക്കണം, ഉടനെ എന്റെ മുമ്പിൽ ഒരു 120 റൂൾസ് അവിടെ ഞാൻ കണ്ടു, 120 റൂൾസിന്റെ ബുക്ക് അതെടുത്ത് പഠിക്കാൻ തുടങ്ങുകയാണ്. ഒരു ബേസും ഇല്ലാത്ത ആള് ചുമ്മാ എന്ത് പഠിക്കുകയാണ്, 120 റൂൾസിന്റെ ഒരു ബുക്ക് എടുത്ത് ചുമ്മാ നിയമങ്ങൾ ഇങ്ങനെ പഠിച്ചു നോക്കണം, കാര്യമില്ല. ഇതിന് കൃത്യമായിട്ടുള്ളൊരു പാറ്റേൺ. നമ്മൾ പഠിക്കുന്ന ഒരു ഭാഷയാണ് അല്ലെ, ചുമ്മാ നമ്മൾ ട്രാഫിക് നിയമങ്ങളുടെ ഒരു ബുക്ക് എടുത്ത് വായിച്ചു നോക്കുന്നത് പോലാണോ? അല്ല, ഇതൊരു ഭാഷയാണ്, അതിന് കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ മനസ്സിലാക്കി റീസണബിൾ ആയിട്ട് പഠിക്കുമ്പോഴാണ്, ലോജിക്ക് വെച്ച് പഠിക്കുമ്പോഴാണ് അത് കറക്റ്റ് ആവുന്നത്. ഓക്കെ, ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള സ്ട്രക്ചർ ഉണ്ട്. ഇപ്പൊ ഒരു സെന്റൻസിന്റെ സ്ട്രക്ചർ നമുക്കറിയാം, സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ്. ഇനി ഇവിടെ ആരൊക്കെ വരും, ഇവിടെ ഇയാൾ വന്നാൽ ഇപ്പുറത്ത് ആര് വരും, അങ്ങനെ അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മനസ്സിലാക്കുമ്പോഴാണ് ഇതിനൊരു പൂർണ്ണത, ഒരു ഇന്റഗ്രിറ്റി വരുന്നത്. ഇല്ലെങ്കിൽ ചുമ്മാ നമ്മുടെ കാള ഓടിയതുപോലെ ഇവിടുന്നൊക്കെ കിട്ടി, അങ്ങനെ അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, യെസ്. പിന്നെ മൾട്ടിപ്പിൾ ടോപ്പിക്സ് പഠിക്കാതിരിക്കുക, ഒരു ടോപ്പിക്ക് മതിയെന്നേ. ഇപ്പൊ ചിലരെന്ത് ചെയ്യുമെന്നറിയോ, ഈ അഡ്ജക്റ്റീവും ആഡ്വർബും ഇതൊക്കെ അങ്ങനെ ഒരുമിച്ച് പഠിക്കണം. ഞാൻ ബിഗിനേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്, പ്രോ ആയിട്ടുള്ള ആൾക്കാരെ കുറിച്ചല്ല. അവർ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇത് ഒരുമിച്ച് മിക്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്തോ കുഴപ്പമില്ല, ഞാൻ അങ്ങനെയല്ല പറയുന്നത്. ആദ്യമായിട്ട് ഇംഗ്ലീഷ് പഠിക്കുന്ന ഒരാള് ഇങ്ങനെ മിക്സ് ചെയ്ത് പഠിക്കാതിരിക്കുക. ആദ്യത്തെ ഒരു ദിവസം അഡ്ജക്റ്റീവ്, അടുത്ത ദിവസം മാത്രമേ ആഡ്വർബിലേക്ക് കടക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, ഈ തമ്മില് മിക്സ് ആയി പോകും. ഈവൻ പ്രോ ആയിട്ടുള്ള ആൾക്കാർ വരെ ഈ അഡ്ജക്റ്റീവിനെ ആഡ്വർബിനെ പരസ്പരം ഇടകലർത്തി ഉപയോഗിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അതിനകത്തൊരു ക്ലാരിറ്റി കുറവുള്ളത് കൊണ്ടാണ് ഇപ്പോഴും. അപ്പൊ ആ മേഖലകളിലൊക്കെ ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ നിയമങ്ങളൊക്കെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ ചിലരെന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പ്രിപ്പോസിഷൻസിനെയും കൺജങ്ഷനെയും പരസ്പരം ഇടകലർത്താറുണ്ട്. അത് രണ്ടും ഒന്നാണെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പൊ അതും ഈ ക്ലാരിറ്റി കുറവിന്റെ പ്രശ്നമാണ്. പിന്നെ എന്ത് വേണം, പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാതെ ഒരു പരിപാടിയില്ല. ഈ നമ്മൾ പറഞ്ഞ പോലെ ടാലന്റ് വിത്തൗട്ട് പ്രാക്ടീസ് ഇസ് എ വേസ്റ്റ് എന്നാണ് പറയുക, ഒരു വേസ്റ്റ് ആണെന്നാണ് പറയുക. നിങ്ങൾക്ക് നല്ല ടാലന്റ് ഉണ്ട്, അറിവുണ്ട്, പക്ഷെ നിങ്ങളത് പ്രയോഗിക്കുന്നില്ലെങ്കിൽ ആ ടാലന്റ് കൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല. അത് തുരുമ്പെടുത്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് എറർ സ്പോട്ടിങ് ചോദ്യങ്ങൾ, നമ്മുടെ ഈ ചോദ്യ ടൈപ്പുകളിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നതും ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് ചെയ്താൽ അതിന്റെ ഒരു ഫലം കിട്ടുന്നതും ഈ എറർ സ്പോട്ടിങ് ആണ്. അതിന്റെ പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യാൻ പറ്റും മാർക്കിൽ വരെ. മറ്റ് ഇപ്പൊ ക്ലോസ് ടെസ്റ്റ് പോലെയുള്ള അതൊന്നും ആദ്യം ചെയ്യുന്നതിന് പകരം ഈ ബിഗിനേഴ്സ് ഒക്കെ എറർ സ്പോട്ടിങ് ചെയ്ത് പഠിക്കുക, എന്നിട്ട് മറ്റ് ചോദ്യ ടൈപ്പുകളിലേക്ക് പോകുന്നതായിരിക്കും കൂടുതലും നല്ലത്. പിന്നെ ഗ്രാമറിന് ഒരു നോട്ട്ബുക്ക് വേണം കൃത്യമായിട്ട്. അല്ലാണ്ട് ആദ്യം കുറച്ച് റൂൾസ് എഴുതി, പിന്നെ കുറച്ച് വൊക്കാബുലറി എഴുതി, പിന്നെ വേറെ കാര്യങ്ങൾ എഴുതി, അങ്ങനെ മിക്സ്ഡ് ആക്കിയിട്ടല്ല. ഗ്രാമറിന് വേണ്ടി തന്നെ ഒരു നോട്ട്ബുക്ക്, ഒരു ടോപ്പിക് എഴുതുക, അതുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അതങ്ങനെ എഴുതുക. ഓക്കെ, പിന്നെ ക്വസ്റ്റ്യൻസ്, PYQ. ചുമ്മാ നിയമങ്ങൾ പഠിക്കുന്നതല്ലാതെ നിയമങ്ങൾ പഠിച്ചതിന് ശേഷം PYQയിലൂടെ പഠിക്കുക. അതെന്തിനാ, നമ്മൾ എന്തിനാ ഇത്, എന്റെ IELTS എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. ചുമ്മാ നിയമങ്ങൾ മാത്രം പഠിച്ചു വെച്ചാൽ മതിയോ? വി ഹാവ് ടു ലേൺ ദ പാറ്റേൺ ഓഫ് ദ പെർട്ടിക്കുലർ എക്സാം ദാറ്റ് വി ആർ പ്രിപ്പയറിംഗ് ഫോർ. അല്ലേ, നമ്മൾ ഏത് എക്സാമിനാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കണം. അതിനെന്ത് വേണം, PYQ ചെയ്ത് പഠിക്കുക, വേറെ നിവർത്തിയില്ല. പിന്നെ റീവൈസ് ത്രൂ ടീച്ചിങ്, ഇത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. നിങ്ങൾക്ക് ഒരു കാര്യം കോംപ്ലക്സ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യുക. ശേഷം നിങ്ങൾ ഒരു 10 വയസ്സുള്ള ഒരു കൊച്ചിനെ, ഒരു 10 വയസ്സുള്ള കൊച്ചു നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. അവനോട് എങ്ങനെ ഈ കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി പൂച്ചു കൊടുക്കും, ആ രീതിയിലൊന്ന് സംസാരിച്ചേ. നിങ്ങൾ അവന്റെ ടീച്ചറാണെന്ന് വിചാരിക്കുക, നിങ്ങൾക്ക് പഠിപ്പിക്കേണ്ടത് ഈ വിഷയമാണെന്ന് കരുതുക. അവനോട് നിങ്ങൾ എങ്ങനെ സംസാരിക്കും, ഒരാളെ പഠിപ്പിക്കുന്ന രീതിയിൽ സ്വന്തമായിട്ട് സംസാരിക്കും. ഇപ്പൊ സ്വന്തമായിട്ട് സംസാരിക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് വിചാരിക്കും, ഞാൻ എങ്ങനെ സംസാരിച്ചു എന്നെ ആരെങ്കിലും വട്ടാന്ന് പറഞ്ഞ് എവിടെയെങ്കിലും പിടിച്ചിട്ട് പോകുന്നു, പിടിച്ച് അങ്ങനെയൊന്നും ഇല്ലെന്നേ. നമ്മൾ വൺസ് നമ്മൾ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞ് ഒരു സാലറി ഒക്കെ കിട്ടി ആയാല് ഈ വട്ടെന്ന് പറഞ്ഞവന്മാരൊന്നും അതിനൊന്നും പ്രസക്തിയില്ല. ഓക്കെ, യെസ്. അപ്പൊ നിങ്ങൾ ഏത് മെത്തേഡ്, മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. എങ്ങനെയെങ്കിലും ഇത് പഠിച്ചെടുക്കുക, അതേ നമ്മുടെ മുമ്പിൽ ഒറ്റ വഴിയുള്ളൂ. ഓക്കെ, യെസ്. അതിലേക്ക് എത്താൻ നിങ്ങൾ ഏത് മാർഗം ഉപയോഗിക്കുന്നു എന്നുള്ളത് പ്രസക്തിയുള്ള കാര്യമല്ല. ഓക്കെ, യെസ്. ഇനി 2-3 കാര്യങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക. ഗ്രാമർ യഥാർത്ഥത്തിൽ മെമ്മറി ബേസ്ഡ് അല്ല. ഞാൻ പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്, ലോജിക് ബേസ്ഡ് ആണ്.
ഇതിനെല്ലാം ഒരു കാരണമുണ്ട്. ദർ ഇസ് എ റീസൺ. എന്തുകൊണ്ട് അങ്ങനെ വന്നു? ചുമ്മാ ഇവിടെ ഇത് വന്നാൽ അപ്പുറത്ത് അത് വരണം, അങ്ങനെ അങ്ങനെ പഠിക്കുന്നതല്ല. അത് എന്തുകൊണ്ട് അങ്ങനെ വന്നു അത് മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ പഠനം പൂർണ്ണമാകുന്നത്, ഒരു ഇന്റഗ്രിറ്റി വരുന്നത്. ഓക്കെ, പിന്നെ തിയറി നിങ്ങൾ എത്രയൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞാലും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് കിട്ടില്ല. സ്പീഡ് കിട്ടിയത് നമുക്കറിയാം, ഈ എക്സാമിനും ജീവിതത്തിലൊന്നും നമുക്ക് ആരും നമുക്ക് എന്ത് തരില്ല, ഫ്രീ ആയിട്ട് സമയം തരില്ല. അപ്പം ഇത് നമുക്ക് ഉള്ള ആ ഒരു തിയറി, അതിലുള്ള ആ നോളജ് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണമെങ്കിൽ അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം. അപ്പം ഞാൻ എൻ്റെ ഒരു വീക്ഷണത്തില് തിയറിയേക്കാൾ കൂടുതൽ ഞാൻ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഒരുപക്ഷെ പ്രാക്ടീസ് ആയിരിക്കും. പ്രാക്ടീസിൽ നിന്ന് കിട്ടുന്ന ഒരു അറിവുണ്ട്, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. യെസ്, ക്ലാരിറ്റി ഓവർ സ്പീഡ്. അപ്പം ആദ്യമായിട്ട് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച്, അയ്യോ എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല, അവനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഇവനെ പോലെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, സ്പീഡ് കിട്ടുന്നില്ല, ഇതൊക്കെയാണ് പരാതി. പ്ലീസ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കരുത്. നിങ്ങൾ സ്പീഡിന് പുറകെ പോകാതിരിക്കുക, പകരം ക്ലാരിറ്റി എൻഷുർ ചെയ്യുക. പിന്നെ കൺസിസ്റ്റൻസി, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് പഠിച്ചു, 2 ദിവസത്തേക്ക് ഭയങ്കര മോട്ടിവേഷൻ, ബുക്ക് എടുക്കുന്നു, നോട്ട്സ് എഴുതുന്നു. അതും 2 കളറുള്ള പേനയിലൊക്കെയാണ് നോട്ട് എഴുതുന്നത്. ആദ്യം മെയിൻ പോയിന്റ് പച്ച കളറിൽ, താഴെയുള്ള സബ് പോയിന്റ് കറുത്ത കളറിൽ, അങ്ങനെ 2 പേരൊക്കെ വെച്ചിട്ടാണ്. ഇതൊക്കെ ഭയങ്കര ഉത്സാഹമൊക്കെ ആയിരിക്കും ആദ്യ ദിവസങ്ങളിൽ. പിന്നെ മെല്ലെ മെല്ലെ പിന്നെ നോട്ടും ഇല്ല, ഒന്നുമില്ല, പേജും ഇല്ല, 2 കളർ പേനയും ഇല്ല. ഓക്കെ, അങ്ങനെ ആകരുത്. കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് എന്ത്? നമ്മുടെ വൊക്കാബുലറി എന്ന് പറയുന്നത്, അല്ലെ? വൊക്കാബുലറി, നമ്മുടെ പദശേഖരം വിപുലീകരിക്കുക എന്നുള്ളത് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പദങ്ങൾ പഠിക്കുമ്പോൾ ഇങ്ങനെ ഒറ്റപ്പെടുത്തി പഠിക്കാതിരിക്കുക. എന്ത് ചെയ്യണമെന്നറിയോ? കോണ്ടെക്സ്റ്റിൽ പഠിക്കുക. ഇപ്പൊ ഒരു വാക്ക് പഠിച്ചു, നമ്മൾ അതിനെ ഉടനെ കോണ്ടെക്സ്റ്റിലേക്ക് പ്ലേസ് ചെയ്യണം. അവിടെ അത് കുറച്ചും കൂടി എന്താവെന്ന് അറിയോ? റിലേറ്റബിൾ ആയി. നമ്മൾ എന്തുകൊണ്ടാണ് സിനിമകളെ ഇഷ്ടപ്പെടുന്നത്? സിനിമകൾ റിലേറ്റബിൾ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം അതുമായിട്ട് ചേർന്ന് പോകുമ്പോഴാണ് ആ സിനിമ നമുക്ക് ആസ്വാദികരമായി മാറുന്നത്. ഒരു വാക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ അല്ലെങ്കിൽ ആസ്വാദികരമായി മാറണമെങ്കിൽ നിങ്ങൾ അതിന്റെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കണം, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുക. അപ്പൊ ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു പേഴ്സണൽ വൊക്കാബുലറി നോട്ട്ബുക്ക് അത് നിർബന്ധമായിട്ടും നിങ്ങൾ ഓരോരുത്തരും കീപ്പ് ചെയ്യണം കേട്ടോ. പേഴ്സണൽ നോട്ട്ബുക്ക്. നമ്മൾ എന്തെല്ലാം ഡയറി ഒക്കെ ചുമ്മാ എഴുതുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ആ ഡയറി എഴുത്തൊക്കെ നിർത്തിയിട്ട്, ഓക്കെ ഞാൻ പൂർണ്ണമായിട്ട് നിർത്താൻ പറയുന്നില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് തൽക്കാലം ഈ ഒരു ഫേസിൽ നമ്മളിപ്പോ ഒരു സെക്യൂർ ആയിട്ടുള്ള ഒരു ജോബ് നേടുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ എന്ത് ചെയ്യണം? വൊക്കാബുലറിക്ക് വേണ്ടി ഒരു സെപ്പറേറ്റ് നോട്ട് കരുതുക. യെസ്, അതിനകത്ത് ഓരോ ദിവസവും ഇങ്ങനെ അപ്ഡേറ്റ് പോകണം. അപ്പൊ എങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് പോകണം? എങ്ങനെയാ അത് എഴുതേണ്ടത്? ആദ്യം വേർഡ് എഴുതുക, പിന്നെ അതിന്റെ മീനിങ്, പിന്നെ 1 ഷോർട്ട് എക്സാമ്പിൾ സെന്റൻസ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞ ഒരു വാക്കാണ്. അബ്സ്റ്റെയിൻ, അബ്സ്റ്റെയിൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ചൂസ് നോട്ട് ടു ഡു, ഒന്നിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നാണ് അബ്സ്റ്റെയിൻ എന്ന വാക്കിന്റെ അർത്ഥം. അപ്പൊ ഞാൻ ആദ്യം വേർഡ് എഴുതി, അതിന്റെ അർത്ഥം എഴുതി. അർത്ഥം ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ എഴുതാം, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതാം, കുഴപ്പമില്ല. ഓക്കെ, യെസ്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ സെന്റൻസ് ഞാൻ എഴുതാൻ പോവാണേ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുമ്പോൾ ഏത് കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാം? അപ്പം റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഗതി ഉപയോഗിക്കുകയാണെങ്കിൽ, അബ്സ്റ്റെയിൻ എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞു നിൽക്കുക, വിട്ടു നിൽക്കുക, ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് അല്ലെ അബ്സ്റ്റെയിൻ എന്ന വാക്കിന്റെ അർത്ഥം. ഇപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്? ഹി അബ്സ്റ്റെയിൻഡ് ഫ്രം സൂംബ ഡാൻസ്. അപ്പൊ സൂംബ ഡാൻസുമായിട്ട് ബന്ധപ്പെട്ട കോൺട്രവേഴ്സി ഒക്കെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ നമുക്ക് ആ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ അബ്സ്റ്റെയിൻ എന്ന വാക്ക് ഉപയോഗിച്ചൂടെ? ചില ആൾക്കാരൊക്കെ അതിൽ നിന്ന് വിട്ടു നിൽക്കണം എന്നൊക്കെയല്ലേ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നേ. അപ്പൊ അങ്ങനെ ഒരു കോണ്ടെക്സ്റ്റ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നമ്മൾ അബ്സ്റ്റെയിൻ എന്ന വാക്കിനെ ആ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുകയാണ്. അപ്പൊ എന്തായി? നമുക്ക് കുറച്ചും കൂടി റിലേറ്റബിൾ ആയി അല്ലെ? അങ്ങനെ നിങ്ങൾ ആ വാക്കുകൾ പഠിച്ചു നോക്കിയേ, അത് കുറച്ചും കൂടി ആസ്വാദികരമായിരിക്കും, നിങ്ങൾക്ക് മടുപ്പ് തോന്നില്ല. അല്ലെങ്കിൽ ഒരു ഭാഷയിലെ വാക്കുകൾ ഇങ്ങനെ ഇരുന്ന് കുത്തിയിരുന്ന് ഇങ്ങനെ ഇങ്ങനെ വായിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. പിന്നെ എടാ മിനിമം, ഞാൻ മിനിമത്തെ കുറിച്ചാണ് പറയുന്നത്, മാക്സിമം അല്ല. മിനിമം 10 വാക്കുകൾ. 10 വാക്ക് എന്ന് പറയുമ്പോൾ അതിൽ 6 വേർഡ്സും ഒരു 4 ഇഡിയംസ് എന്ന രീതിയിൽ പഠിക്കുക. അപ്പൊ ഒരാഴ്ച എത്രയായി? ഒരാഴ്ച എന്നിട്ട് 10-70ഓളം വാക്കുകളായി.
ഒരു മാസം അതെത്ര 300 വാക്കുകളിലധികം വരും അല്ലെ? 300ഓളം വാക്കുകൾ ഒരു മാസം. 2 മാസം പറഞ്ഞത് 600 വാക്കായി. യെസ്. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ ഇതിലെ എണ്ണം സ്വീകരിക്കേണ്ടത് ഞാനിവിടെ ഒരു 10 ഒരു ജസ്റ്റ് ഒരു നമ്പർ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ, മിനിമം നമ്പർ ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളിത് വർദ്ധിപ്പിക്കുക തന്നെ വേണം, 10ൽ തന്നെ നിൽക്കരുത്. 10എങ്കിലും വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ. പിന്നെ ഹൈ ഫ്രീക്വൻസി എക്സാം വേർഡ്സ്, ചുമ്മാ കുറെ വാക്കുകൾ തപ്പിത്തടഞ്ഞ് പഠിക്കുന്നതല്ല, റിപ്പീറ്റഡ് ആയിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഹൈ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഹൈ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നു. അത്തരത്തിലാണ്. അത് എവിടുന്ന കണ്ടെത്തുന്നത്? PYQs. You go to the PYQs, go to the websites, ഫ്രീ വെബ്സൈറ്റ്സ് ഉണ്ട് PYQ ഒക്കെ തരുന്നത് ബാങ്കിങ് എക്സാംസിന്റെ. അവിടെ പോവുക, വൊക്കാബുലറി റിലേറ്റഡ് ചോദ്യങ്ങൾ, ഇംഗ്ലീഷിൽ നിന്ന് വന്ന ചോദ്യങ്ങൾ പരിശോധിക്കുക. എവിടെയെങ്കിലും ഒക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ, ആ വാക്കുകളെ പ്രത്യേകം ശ്രദ്ധ കൊടുത്ത് പഠിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, റിവൈസ് സിനോണിംസ് ആൻഡ് ആന്റണിംസ്. നമ്മൾ ചുമ്മാ ബുക്കിൽ എഴുതി വെച്ചാൽ മാത്രം പോരാ, വീക്ക്ലി റിവിഷൻ ചെയ്യണം. കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. യെസ്, ഈ വൊക്കാബുലറി പഠനം എന്ന് പറഞ്ഞാൽ റിവിഷൻ, കോൺസ്റ്റന്റ് റിവിഷൻ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. യൂസ് ആൻഡ് ത്രോ എന്ന് പറയുന്ന പോലെ, യൂസ് ഇറ്റ് ഓർ ലോസ് ഇറ്റ്. യൂസ് ഇറ്റ് ഓർ ഇഫ് യു ഡോണ്ട് യൂസ് ദ വേർഡ് യു വിൽ ഫർഗെറ്റ് ഇറ്റ്. നിങ്ങൾ അത് ഉപയോഗിക്കുന്നില്ല എങ്കിൽ മറന്നു. ഉപയോഗിച്ചില്ല തുരുമ്പെടുത്തു എന്ന് പറയുന്ന പോലെ, ഉപയോഗിക്കുന്നില്ലെങ്കിൽ യു വിൽ ലൂസ് ഇറ്റ് അല്ലേ? യു വിൽ ലൂസ് ഇറ്റ്. ഓക്കെ, യെസ്. Don't aim to learn 1,000 words in one go. Build gradually. ഇപ്പൊ ചിലര് ആവേശം മൂത്ത് എന്നാ പിന്നെ ഇന്ന് പഠിച്ചിട്ടുള്ളൂ, കാരണം ഉടനെ ബ്ലാക്ക് ബുക്ക് എടുക്കുകയാണ്. നമ്മൾ പൊതുവെ ഈ ബ്ലാക്ക് ബുക്കിൽ നിന്നാണ് കോമ്പറ്റീറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ടുള്ള വൊക്കാബുലറി പഠിക്കാറ് കേട്ടോ. യെസ്, അതുകൊണ്ട് പറഞ്ഞു മാത്രം. ഉടനെ ബ്ലാക്ക് ബുക്ക് എടുത്ത് മറിക്കുകയാണ്. ഇന്ന് പഠിക്കണം, ഇന്ന് തീർക്കണം. എനിക്ക് IBPS SPO എക്സാമുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പഠിക്കുമ്പോൾ ഇന്ന് ഒരാഴ്ച കൊണ്ട് ഞാൻ വൊക്കാബുലറി, അങ്ങനെയൊന്നും പറഞ്ഞാൽ നടക്കുന്ന കേസല്ലെന്നേ. ഇത് നമ്മൾ പണ്ട് യൂണിവേഴ്സിറ്റി എക്സാമിന് 10ാം ക്ലാസ് എക്സാമിന് പഠിച്ചതുപോലെ ഒന്നും അല്ല. ഇത് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിട്ടുള്ള അധ്വാനം ആവശ്യമായിട്ടുള്ള എക്സാമാണ്. കേവലം ഒരാഴ്ചത്തെ അല്ലെങ്കിൽ ഒരു ദിവസത്തെ അധ്വാനം കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റില്ല. ഓക്കെ, അപ്പോ എന്ത് ചെയ്യണം? ആദ്യത്തെ ശ്രമത്തിൽ തന്നെ എല്ലാം അകത്താക്കാം അങ്ങനെ ചിന്തിക്കരുത്. ഗ്രാജുവൽ ആയിട്ട് ബിൽഡ് ചെയ്ത് വരിക. This is something to be built. Okay. പിന്നെ വീക്കിലി റിവിഷൻ ആണ് കേട്ടോ. നമ്മുടെ നോട്ട്ബുക്ക് എപ്പോഴും നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഒരു ചെറിയ നോട്ട്ബുക്ക് ആവുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതാകുമ്പോൾ എന്താന്ന് വെച്ചാൽ നമ്മൾ യാത്ര പോകുമ്പോഴോ അല്ലെ നമ്മൾ എന്തെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ കോമ്പാറ്റബിൾ ആയിരിക്കും, നമുക്കത് എടുത്തിട്ട് പോവാം. ആവശ്യ സമയത്തൊക്കെ നമുക്കത് റിവ്യൂ ചെയ്യാം. ഓക്കെ, യെസ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. വീഡിയോ കുറച്ച് ലെങ്ത് കൂടി എന്ന് വിചാരിക്കുകയാണ്. ഓക്കെ, സാരമില്ല. ഇത്രയും കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടാണ്, പരമാവധി വേഗത്തിൽ ഞാൻ നോക്കിയായിരുന്നു. യെസ്, അപ്പം ഇത്രയും കാര്യങ്ങളാണ് SBI PO അതിലെ ഇംഗ്ലീഷ് ഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നതിനെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ വ്യക്തതയുണ്ടെന്ന് വിചാരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോപ്പിക്കുകളെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷനോ മറ്റോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ സീ യു ഇൻ ദി നെക്സ്റ്റ് ക്ലാസ്. ഹാപ്പി ലേണിംഗ്.